ഈശോയിലെത്രയും സ്നേഹമുള്ളവരെ, സുവിശേഷത്തിൻ്റെ രക്ഷയെക്കുറിച്ച് ഈ ദിവസങ്ങളിലെ നമ്മൾ ധ്യാനിക്കുകയായിരുന്നു, ചിന്തിക്കുകയായിരുന്നു. സുവിശേഷം എന്താണെന്ന് നാം തിരിച്ചറിഞ്ഞു. ആകാശത്തിന് കീഴെ മനുഷ്യരക്ഷയ്ക്ക് വേണ്ടി മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല. ജീസസ് ഈസ് ദ സേവിയർ. ഇതാണ് സുവിശേഷത്തിൻ്റെ പൊരുൾ. അത് നമ്മൾ മനസ്സിലാക്കി. ആ ഈശോ നമ്മെ രക്ഷിക്കുന്നതിൻ്റെ വ്യത്യസ്തമായ തലങ്ങൾ ഈ ദിവസങ്ങളിൽ നമ്മൾ കാണുകയായിരുന്നു. നമ്മുടെ ഭൗതികമായ തലങ്ങൾ, സാമ്പത്തികമായ മേഖലകൾ, ഈശോ നമ്മെ രക്ഷിക്കുന്നു, നാം മനസ്സിലാക്കുന്നു. ആ രക്ഷ നമ്മൾ അനുഭവിക്കുന്നു. സർവാധിപനായ, സർവശക്തനായ, അത്യുന്നതനായ ദൈവമാണ്. ഈ പ്രപഞ്ചം മുഴുവൻ അതിനാഥനായിട്ടുള്ള ദൈവമാണ്. ആ രക്ഷകനായ ഈശോയിലേക്ക് നമ്മുടെ മനസ്സുകൾ വളരുന്ന ആ ഭൗതികമായ തലം നാം പരിശോധിച്ചു. എത്ര അധ്വാനിച്ചിട്ടും, രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടാതെ വരുന്ന അവസ്ഥ, നമ്മുടെ അധ്വാനത്തിൻ്റെ മേഖലകൾ നമ്മൾ തിരിച്ചറിയുന്നുണ്ട് ആ ഒരു അവസരത്തിൽ. അതോടൊപ്പം നാം മനസ്സിലാക്കി നമ്മുടെ അധ്വാനത്തിൻ്റെ തലങ്ങൾ, ആ വേദനകളൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നതിന് കൂടെ തന്നെ നമ്മുടെ രോഗത്തിൻ്റെ അവസ്ഥകൾ, അവിടെ സൗഖ്യദായകനായ ഈശോയുടെ ആ വസ്ത്രത്തിൻ്റെ വിളുമ്പിലൊന്ന് സ്പർശിച്ചാൽ പോലും രക്ഷപ്പെടുന്ന സൗഖ്യമുള്ളവരായിത്തീർന്ന രോഗികൾ, ദാവീദിൻ്റെ പുത്ര എന്നിൽ കനിയണമേ എന്ന് പറഞ്ഞുകൊണ്ട് വിളിച്ചപേക്ഷിക്കുന്ന ബർത്തിമേയുസ്, നിശബ്ദനായിരിക്കാനും പറയുന്ന ജനക്കൂട്ടം, പക്ഷെ അവൻ കൂടുതൽ ഉച്ചത്തിലെ ദാവീദിൻ്റെ പുത്ര എന്നിൽ കനിയണമേ എന്ന് പറഞ്ഞ് നിലവിളിച്ചപേക്ഷിക്കുന്നു. ഈശോ അവിടെ നിൽക്കുന്നു. അവനെ എൻ്റെ അരികിൽ കൊണ്ടുവരാ എന്ന് പറയുന്നു. അവനെ അനുഗ്രഹിച്ച് ആശീർവദിച്ച് നിനക്ക് എന്ത് ചെയ്തു തരണമെന്ന് ചോദിക്കുന്നു. എനിക്ക് കാഴ്ച വീണ്ടും കിട്ടണം, നിൻ്റെ വിശ്വാസം പോലെ നിനക്ക് ഭവിക്കട്ടെ. അവർ കാഴ്ച തിരിച്ചു കിട്ടുന്നു. അവൻ ഈശോയെ അനുഗമിക്കുന്നു. അങ്ങനെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളും രോഗത്തിൻ്റെ അവസ്ഥകളിലെ സൗഖ്യമായിട്ട് കടന്നു വരുന്ന ഈശോയെ നാം തിരിച്ചറിയുന്നു. പക്ഷേ ആ രോഗത്തിൻ്റെ അവസ്ഥകളും ഈശോയുടെ രക്ഷയോട് ചേർന്ന് സ്വീകരിക്കുന്ന വിശുദ്ധരുടെ ജീവിത അവസ്ഥകൾ നാം തിരിച്ചറിഞ്ഞു. നമ്മുടെ അൽഫോൻസാമയെ നാം മനസ്സിലാക്കുന്നു. ജീവിതം മുഴുവൻ, അവസാന കാലഘട്ടങ്ങൾ മുഴുവൻ ഒരു കട്ടിലിൽ കിടന്ന് ആ രോഗത്തിൻ്റെ അവസ്ഥകൾ വിശ്വാസപൂർവം കർത്താവിൻ്റെ സഹനങ്ങളോട് ചേർത്തുകൊണ്ട്, പൗലോസ് അപ്പോസ്തലനൊക്കെ പറയുന്നത് പോലെ കർത്താവിൻ്റെ കുരിശുമരണത്തിൻ്റെ പോരായ്മകൾ പരിഹരിക്കുന്നു. ആലങ്കാരികമായിട്ട് പറഞ്ഞതാകണം അതൊക്കെ എന്നുള്ള രീതിയിലെ ആ സഹനങ്ങൾ, ആ രോഗങ്ങളൊക്കെ രക്ഷാകരമാക്കി തീർക്കുന്ന അൽഫോൻസമ്മ. അതുകൊണ്ട് നമ്മുടെ രോഗത്തിൻ്റെ അവസ്ഥകൾ ഈശോയ്ക്ക് നമുക്ക് സമർപ്പിക്കാം. അത് രക്ഷയുടെ ഒരു തലമാണ്. ഈശോയുടെ സൗഖ്യത്തിൻ്റെ രക്ഷയുടെ ഒരു തലമാണ് നാം അവിടെ മനസ്സിലാക്കിയത്. ഇന്ന് നാം മനസ്സിലാക്കുന്നത് ഒരുപക്ഷെ ഈ കാലഘട്ടത്തിൽ ഏറ്റവും ആവശ്യമുള്ളൊരു കാര്യമാണ് മാനസികമായിട്ടുള്ള ഈശോയുടെ രക്ഷ. ഈശോ നൽകുന്ന മാനസികമായിട്ടുള്ള രക്ഷയുടെ ഒരു തലം. പ്രത്യേകിച്ചും നമ്മുടെ കേരളത്തിലെ വളരെ വേദനാജനകമായിട്ടൊരു അവസ്ഥയാണ് ആത്മഹത്യകൾ. എനിക്ക് ഇനാരുമില്ല, എൻ്റെ ജീവിതം എങ്ങനെ മുന്നോട്ട് പോകും എന്നൊക്കെ ചിന്തിച്ചാകുലപ്പെട്ട് ജീവിതം തന്നെ അവസാനിപ്പിച്ചു പോകുന്ന അവസ്ഥകൾ നാം കാണുന്നുണ്ട്. ഈശോ നമ്മോട് പറയുകയാണ്, അധ്വാനിക്കുന്നവരെ, ഭാരം ചുമക്കുന്നവരെ, നിങ്ങൾ എൻ്റെ അരികിലേക്ക് വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. മത്തായിയുടെ സുവിശേഷം 11-28 തിരുവചനം. ഈശോയുടെ ഒരു ആശ്വാസം നമ്മുടെ മനസ്സുകളിൽ നമ്മൾ സ്വീകരിക്കണം. നമ്മുടെ മനസ്സുകളൊക്കെ അസ്വസ്ഥമാണ്. ഉത്കണ്ഠകൾ കൊണ്ട്, പലതരം വ്യാകുലതകൾ കൊണ്ട് നമ്മുടെ മനസ്സൊക്കെ അസ്വസ്ഥമാണ്. അപ്പോൾ ഈശോയുടെ രക്ഷ നമ്മുടെ മനസ്സിലെ നമുക്ക് സ്വീകരിക്കാനായിട്ട് സാധിക്കണം. നമ്മുടെ മനസ്സുകൾ ശാന്തമാകണം. പ്രക്ഷുബ്ധമായ കടലിലൂടെ, ആ ഗലീലി തടാകത്തിലൂടെ യാത്ര ചെയ്യുന്ന പോലെയാണ് പലപ്പോഴും നമ്മുടെയൊക്കെ മനസ്സ്. കൊടുങ്കാറ്റടിക്കുന്നു, ശക്തമായ കൊടുങ്കാറ്റടിക്കുന്നു. ശിഷ്യന്മാരെ പോലെ ഭയന്ന് വിഹലരായി നിലവിളിച്ച് ഉറങ്ങിക്കിടക്കുന്ന ഈശോയെ നമ്മൾ എത്രയോ തവണ വിളിച്ചുണർത്തുന്നു. ഗുരു, ഞങ്ങൾ നശിക്കാൻ പോകുന്നു, നീ ഇത് ഗൗനിക്കുന്നില്ലേ, നീ ഇത് കാണുന്നില്ലേ, നീ ഞങ്ങളെ രക്ഷിക്കുന്നില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ഈശോ ഉണർന്ന്, ഒരുപക്ഷേ ആ ഉറക്കത്തിൽ നിന്ന് ഉണർത്തിയ കാരണമായിരിക്കണം, അല്പമൊക്കെ ദേഷ്യത്തോടു കൂടി കടലിനെ ശാസിച്ചുകൊണ്ട് അടങ്ങുക, ശാന്തമാവുക. വലിയ പ്രശാന്തതയുണ്ടായി. അവരുടെ മനസ്സുകൾ ശാന്തമായി. അവർ അത്ഭുതപ്പെട്ടുകൊണ്ട് ഈശോയെ നോക്കിക്കൊണ്ട് പറയും, ഇവൻ കാറ്റും കടലും പോലും ഇവനെ അനുസരിക്കുന്നല്ലോ എന്ന്. സ്നേഹമുള്ളവരെ, യഹൂദന്മാരുടെ
ചിന്തയനുസരിച്ച് കടലിൻ്റെ മുകളിൽ, വെള്ളത്തിൻ്റെ മുകളിൽ അധികാരമുള്ളവനാണ് ദൈവം. ചെങ്കടൽ പിളർത്തിയവനാണ് ദൈവം. ഈശോ പ്രവർത്തിച്ച അത്ഭുതങ്ങളിൽ ഒരു അത്ഭുതം മാത്രമാണ് ഒരർത്ഥത്തിൽ ഒരുപക്ഷെ മനുഷ്യൻ്റെ നേരിട്ടുള്ള ഒരു സൗഖ്യമായിട്ടോ നേരിട്ടുള്ള ഒരു ആവശ്യത്തിലേക്കായിട്ടോ നമുക്ക് നേരിട്ട് തോന്നാത്തൊരു അത്ഭുതം. കടലിൻ്റെ മുകളിലൂടെ ഈശോ നടക്കുന്നത്, അത് ഈ ഒരു കാര്യം ശിഷ്യന്മാരെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. അവർക്കറിയാം കടലിൻ്റെ മുകളിൽ അധികാരമുള്ളവനാണ് ദൈവം, താൻ ദൈവമാണ് എന്നവരെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഈശോ കടലിൻ്റെ മുകളിൽ നടന്നത്. അല്ലാതെ വെറുതെ ഒരു മാജിക്ക് കാണിക്കാൻ വേണ്ടി ഈശോ കടലിൻ്റെ മുകളിൽ നടന്നതല്ല. ഞാൻ ദൈവമാണ്, സർവശക്തനായ ദൈവമാണ് എന്ന് അവരെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. കാരണം യഹൂദ ചിന്തയനുസരിച്ച് കടലിൻ്റെ മുകളിൽ, വെള്ളത്തിൻ്റെ മുകളിൽ അധികാരമുള്ളവരാണ് ദൈവം. അതവരെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. സ്നേഹമുള്ളവരെ, അതുകൊണ്ട് ആ ഈശോ നമ്മുടെ കൂടെയുണ്ട്. ഈശോ എത്രയോ തവണ ശിഷ്യന്മാരെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറയുന്നുണ്ട്, ഭയപ്പെടേണ്ട, ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട്. ഭയപ്പെടേണ്ട, ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട്. ഒരുപക്ഷെ 365 തവണയോളം വ്യത്യസ്തമായ രീതികളിലെ വിശുദ്ധ ഗ്രന്ഥത്തിൽ ഭയപ്പെടേണ്ട, ഞാൻ നിങ്ങളോട് കൂടെയുണ്ട് എന്നുള്ളത് കാണാനായിട്ട് സാധിക്കും. അല്പമൊക്കെ വ്യത്യസ്തപ്പെട്ട രീതിയിലാണ് ഇതേ ആശയം നൽകുന്നത്. അതൊരു വലിയ ചിന്തയാണ്. ഓരോ ദിവസവും ഈശോ എൻ്റെ കൂടെയുണ്ട്, ദൈവം എൻ്റെ കൂടെയുണ്ട്, ഞാൻ എന്തിനു ഭയപ്പെടണം? നമ്മുടെ മനസ്സുകൾ പലപ്പോഴും ആകുലതകൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. നമ്മുടെ മനസ്സുകൾ ശാന്തമാകട്ടെ എൻ്റെ പ്രിയമുള്ളവരെ. ഈശോയുടെ രക്ഷ നമ്മുടെ മനസ്സുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ സർവശക്തനായ ദൈവം എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ഞാൻ പിന്നെ എന്തിനാകുലപ്പെടുന്നു? തൻ്റെ മകനെപ്പോലെ നൽകുവാൻ തക്കവണ്ണം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചെങ്കിലേ, തൻ്റെ മകനെപ്പോലും മാറ്റി നിർത്താതെ പൗലോസ് അപ്പോസ്തലനും പറയുന്ന പോലെ അവരോടുകൂടി എല്ലാം നമുക്ക് നൽകില്ലേ എൻ്റെ പ്രിയമുള്ളവരെ? ഈശോയെപ്പോലെ, തൻ്റെ ഏകജാതനെപ്പോലും നൽകാൻ തക്കവണ്ണം ദൈവമായ കർത്താവ്, പിതാവായ ദൈവം ഈ ലോകത്തെ നമ്മെ സ്നേഹിച്ചെങ്കിലേ അവനോടൊപ്പം സർവവും നമുക്ക് നൽകില്ലേ? നമ്മളെന്തിനാകുലപ്പെടുന്നു? നമ്മുടെ ദൈവം സർവശക്തനായ ദൈവമാണെങ്കിലേ, നമ്മെ അറിയുന്ന ദൈവമാണെങ്കിലേ, നമ്മെ മനസ്സിലാക്കുന്ന ദൈവമാണെങ്കിലേ നാം എന്തിനാകുലപ്പെടുന്നു? നമ്മുടെ മനസ്സുകൾ ശാന്തമാകട്ടെ. ഈശോയുടെ രക്ഷ നമ്മുടെ മനസ്സുകളിലേക്ക് വരട്ടെ. എന്ത് പ്രക്ഷുബ്ധത നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിലും ആ കാറ്റിനെയും കടലിനെയും ശാന്തമാക്കുന്നവൻ എൻ്റെ കൂടെയുണ്ട് എന്നുള്ളൊരു ബോധ്യം, വിശ്വാസം നമുക്കുണ്ടാകട്ടെ. വേദപാരകതിയായ വിശുദ്ധ കൊച്ചു ത്രേസ്യ ഈ ഭാഗത്തെക്കുറിച്ച് ധ്യാനിച്ചുകൊണ്ട് പറയുന്നത്, ഞാനായിരുന്നെങ്കിൽ വിളിച്ചുണർത്തില്ലായിരുന്നു. മനസ്സിലായിണ്ടാവില്ല. അതായത് ഈശോയും ശിഷ്യന്മാരും കൂടി അങ്ങനെ ആ തടാകത്തിലൂടെ പോകുമ്പോൾ ഈ കാറ്റടിച്ച ആ ഭാഗം ഗലീലി കടലിലെ അതേക്കുറിച്ച് ധ്യാനിച്ചുകൊണ്ട് കൊച്ചു ത്രേസ്യ പുണ്യവതി പറയാം, ഞാനായിരുന്നെങ്കിൽ വിളിച്ചുണർത്തില്ലായിരുന്നു. കാറ്റടിക്കട്ടെ, വെള്ളം മുങ്ങട്ടെ, വള്ളം മുങ്ങട്ടെ, വഞ്ചം മുങ്ങട്ടെ, ഈശോ കൂടിയുണ്ടല്ലോ. ഇതാണ് വിശ്വാസം. എൻ്റെ ഈശോ എൻ്റെ കൂടെയുണ്ട് എന്നുള്ളൊരു വിശ്വാസം, എൻ്റെ തമ്പുരാൻ എൻ്റെ ഒപ്പമുണ്ടെന്നുള്ളൊരു വിശ്വാസം. സ്നേഹമുള്ളവർ, നമ്മുടെ മനസ്സുകൾ സ്വസ്ഥമാകട്ടെ. ഈശോ എത്ര തവണ പറയുന്നത് നിങ്ങൾക്ക് സമാധാനം. നമ്മൾ വിശുദ്ധ കുർബാനയിലും എത്രയോ തവണ അതറിഞ്ഞുകൊണ്ട് ആ ഈശോയുടെ സമാധാനം നമ്മുടെ ഹൃദയത്തിൽ വസിക്കട്ടെ. ആ സമാധാനത്തിൻ്റെ സന്തോഷം നമ്മുടെ മനസ്സിലുണ്ടാകട്ടെ. സർവശക്തനായ ദൈവം നമ്മോടൊത്തുണ്ട് എന്നുള്ള ബോധ്യം നമ്മുടെ മനസ്സിലൊക്കെ ഉണ്ടാകട്ടെ. മർക്കോസിൻ്റെ സുവിശേഷം 1-40 വാചകം. അവിടെ ഒരു സൗഖ്യം മാത്രമല്ല ഈശോ നൽകുന്നത്. ഒരു കുഷ്ഠരോഗി ഈശോയെ കണ്ടുകൊണ്ട് നിലവിളിച്ചപേക്ഷിക്കുന്നു, ഗുരു, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എനിക്ക് സൗഖ്യം നൽകാനായിട്ട് സാധിക്കും. നമ്മളവിടെ വായിക്കുന്നു, അവൻ കരുണ തോന്നി കൈനീട്ടി അവനെ സ്പർശിച്ചുകൊണ്ട് ഈശോ പറയും, എനിക്ക് മനസ്സുണ്ട്, നിനക്ക് സൗഖ്യമുണ്ടാകട്ടെ. ഈശോവനെ സ്പർശിക്കുന്നു എന്ന് പറഞ്ഞാൽ ഒരുപക്ഷേ ലേവ്യയുടെ പുസ്തകം 13-14 വാചകം, സംഖ്യയുടെ പുസ്തകം 5-2 വാചകം, ഇവിടെയൊക്കെ കുഷ്ഠരോഗികളെ സ്പർശിക്കുന്നവർ അശുദ്ധരാകുമെന്ന് എഴുതി വച്ചിട്ടുണ്ട്. അതിലൊക്കെ ഈശോ ലംഘിക്കുകയാണ്. എന്നിട്ട് ഈശോ സ്പർശിക്കുകയാണ്. എനിക്ക് മനസ്സുണ്ട് മകനെ എന്ന് പറഞ്ഞുകൊണ്ട് ഈശോ സ്പർശിക്കുകയാണ്.
സ്നേഹമുള്ളവരെ, ഈശോയുടെ ഈ സ്പർശനം ഒരുപക്ഷെ അവൻ്റെ ശരീരത്തേക്കാൾ കൂടുതൽ അവൻ്റെ മനസ്സിലാകണം അവൻ അനുഭവിച്ചിട്ടുണ്ടാകുക. ആരുമില്ലാത്തൊരവസ്ഥ, അവനാരുമില്ലാത്തൊരവസ്ഥ, മാറി നിൽക്കുന്നൊരവസ്ഥ, സമൂഹം പുറന്തള്ളിയ അവസ്ഥ, അങ്ങനെ ഒറ്റപ്പെട്ട് നിൽക്കുന്ന മനുഷ്യരാണെങ്കിൽ പോലും ഈശോയിലേക്കൊന്ന് നോക്ക്. ഈശോയുടെ ഈ സൗഖ്യം അവരുടെയൊക്കെ ഹൃദയങ്ങളിലെ ആഴത്തിൽ വന്ന് നിറയുന്നതായിരിക്കും. ഈശോ നൽകുന്ന വലിയൊരു ഉറപ്പല്ലേ എൻ്റെ പ്രിയമുള്ളവരെ. അവസാനം ഈശോ പറയുന്നൊരു തിരുവചനം, ലോകാവസാനത്തോളം ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. എൻ്റെ ഈശോ എൻ്റെ കൂടെയുണ്ട്. മൈ ഗോഡ് ഈസ് വിത്ത് മീ ആൻഡ് ഹൂ ക്യാൻ ബി എഗൻസ്റ്റ് മീ. ദൈവം നമ്മോടൊത്തുണ്ടെങ്കിലേ ആര് നമുക്കെതിരെ നിൽക്കുമെന്ന് പൗലോസ്ലീഹ ഒരർത്ഥത്തിൽ വെല്ലുവിളിക്കുന്നത് അതുകൊണ്ടല്ലേ. ദൈവം എൻ്റെ കൂടെയുണ്ടെന്നുള്ളൊരു അവബോധം കൊണ്ട് നിറഞ്ഞുകൊണ്ട് സ്നേഹമുള്ളവർ ഈ ഒരു വിശ്വാസാനുഭവത്തിലേക്ക് നമ്മുടെ മനസ്സുകൾ പ്രവേശിക്കട്ടെ. ഇന്നത്തെ ദിവസം ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ, എൻ്റെ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സുകളിലെ ആകുലതകളും ആദികളും രോഗങ്ങളും വിട്ടുപോകട്ടെ. ഈശോയുടെ സൗഖ്യം കൊണ്ട് നിറയട്ടെ. ഇത് കേൾക്കുമ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സുകളെ ഈശോ സ്പർശിക്കട്ടെ പ്രിയമുള്ളവരെ. കാരണം സർവശക്തനായ ദൈവമാണ് എന്നോടൊപ്പമുള്ളത്, എൻ്റെ കൂടെയുള്ളത്. എൻ്റെ പ്രശ്നങ്ങൾ അറിയുന്ന തമ്പുരാനാണ് എന്നോട് കൂടെയുള്ളത്. ഈ ഒരു വിശ്വാസ അനുഭവത്തിലേക്ക് കൊച്ചുത്രേസ്യ പുണ്യവതിയെ പോലെ നടന്നെടുക്കാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. മാനസികമായിട്ടുള്ള തലങ്ങളിലെ ഈശോയുടെ സൗഖ്യം ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സുകളിലേക്ക് ഉണ്ടാകട്ടെ. ഈശോയുടെ അരികിൽ വന്നിരുന്ന് നമ്മുടെ വിഷമം ഈശോടൊന്ന് പറയാം. യു വിൽ ബി ഹീൽഡ്. നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ദിവ്യകാരുണ്യത്തിന് മുമ്പിൽ ചെന്ന് ഈശോയെ, എൻ്റെ മനസ്സിൻ്റെ ആദികളും വ്യാകുലതകളും സ്നേഹം ലഭിക്കാത്തതിൻ്റെ അവസ്ഥകളും പരിഹസിക്കപ്പെട്ടതിൻ്റെ അവസ്ഥകളും എന്നെ ഒറ്റിക്കൊടുത്ത അവസ്ഥകളും ഞാൻ വഞ്ചിക്കപ്പെട്ട അവസ്ഥകളും ഒക്കെ ഈശോയോട് പറയാം. ഈശോ പറയും, എനിക്കറിയാം, കാരണം ഞാൻ ഈ അവസ്ഥകളിലൂടെയൊക്കെ കടന്നു പോയിട്ടുള്ളതാണ്. എന്നെയും ഒറ്റിക്കൊടുത്തിട്ടുണ്ട്, എന്നെയും തള്ളി പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഏറ്റവും വേണ്ടപ്പെട്ടവരാണെന്ന് കരുതുന്നവരെ 12 പേരിൽ ഒരുവനായ ഒരുവൻ എന്നെ ചുംബനം കൊണ്ട്, സ്നേഹത്തിൻ്റെ ഏറ്റവും മനോഹര ചിഹ്നമായ ചുംബനം കൊണ്ട് എന്നെ ഒറ്റിക്കൊടുത്തു. എൻ്റെ മനസ്സ് വേദനിച്ചില്ലേ? ശിഷ്യപ്രമുഖൻ മരിക്കേണ്ടി വന്നാലും ഞാൻ നിന്നെ ഉപേക്ഷിക്കില്ല എന്ന് പറഞ്ഞ് ശപഥമെടുത്തവൻ ഒറ്റിക്കൊടുത്തു. ഒരു സ്ത്രീ ചോദിച്ചപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഒരിക്കൽ പോലും ഞാൻ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒറ്റിക്കൊടുത്തു. എൻ്റെ മനസ്സ് വേദനിച്ചിട്ടുണ്ടാവില്ലേ? കുരിശിൽ കിടന്ന് പിടയുമ്പോഴും നീ ചുണയുണ്ടെങ്കിൽ കുരിശിൽ നിന്ന് ഇറങ്ങി വാടാ, ഞങ്ങൾ നിന്നെ കണ്ട് വിശ്വസിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് എന്നെ പരിഹസിച്ചപ്പോൾ ഈ ജനത്തിന് വേണ്ടിയാണ് ഞാൻ വന്നത്. എൻ്റെ മനസ്സ് വേദനിച്ചിട്ടാവില്ലേ? ഈശോയ്ക്കറിയാം പരിഹസിക്കപ്പെടുന്നതിൻ്റെ വേദന, ഒറ്റിക്കൊടുക്കപ്പെടുന്നതിൻ്റെ വേദന, സ്നേഹം നിഷേധിക്കപ്പെടുന്നതിൻ്റെ വേദന. ആ ഈശോയുടെ അരികിൽ വന്ന് നിൽക്ക്. ഈശോയോട് പറയേ, ഈശോ നമുക്ക് സൗഖ്യം നൽകും. ഫ്രാൻസിസ്കൻ ആശ്രമങ്ങളിലൊക്കെ മനോഹരമായിട്ടുള്ളൊരു രൂപമുണ്ട്. ഫ്രാൻസിസ് അസീസി പുണ്യവാൻ ഈശോയുടെ ഒരു പരിഭവം പറഞ്ഞതാ. സ്വന്തം അപ്പൻ വീട്ടിൽ നിന്ന് പുറത്താക്കി, ഉടുത്തിരുന്ന വേഷം പോലും മെത്രാനച്ചൻ്റെ അരികിൽ വെച്ച് തിരിച്ചു ചോദിച്ചപ്പോൾ ഫ്രാൻസിസ് പുണ്യൻ്റെ മനസ്സൊന്ന് നൊന്ത് കാണണം. ദേവാലയത്തിൽ വന്ന് ഈശോയുടെ ക്രൂശിത രൂപത്തിൻ്റെ മുമ്പിൽ നിന്ന് ഈശോയുടെ ക്രൂശിത രൂപത്തിൻ്റെ കാൽക്കൽ വീണ് കെട്ടിപ്പിടിച്ച് കരഞ്ഞുകൊണ്ട് ആ മനസ്സിൻ്റെ വേദന അസീസി പുണ്യം പങ്കുവെച്ചതാകണം. എനിക്ക് ആരുമില്ല. കയ്യെ കുരിശിൽ നിന്നെടുത്ത് ഈശോ ഫ്രാൻസിസ് പുണ്യവാനെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, നിനക്ക് ഞാനുണ്ട് എന്ന്. സ്നേഹമുള്ളവർ, ഈശോ നമ്മുടെ കൂടെയുണ്ട്. ജീസസ് ഈസ് വിത്ത് മീ. നിൻ്റെ കുടുംബത്തിൽ, നിൻ്റെ ഒപ്പം, നിൻ്റെ കൂടെ, നിൻ്റെ വേദനകൾ അറിയുന്ന തമ്പുരാൻ ഞാൻ കൂടെയുണ്ട്. ഈ ഒരു വിശ്വാസ അനുഭവത്തിലേക്ക് നമ്മുടെ മനസ്സുകൾ വളരട്ടെ എൻ്റെ പ്രിയമുള്ളവർ. അവിടെ സൗഖ്യമായി, നമ്മുടെ മനസ്സുകൾ സൗഖ്യമാകട്ടെ. മലയാളിയുടെ മനസ്സിലാ കുഴപ്പം എന്നാണ് ചിലപ്പോഴൊക്കെ പറഞ്ഞു കേട്ടിട്ടുള്ളത്. അത് ശരിയല്ല. നമ്മുടെ മനസ്സ് പൊന്നു മനസ്സാണ്, ഈശോയുടെ മനസ്സാണ്. ഈശോയെ പോലെ ഒരു മനസ്സായിട്ട്, സൗഖ്യമുള്ള മനസ്സുകളായിട്ട്, സുവിശേഷത്തിൻ്റെ രക്ഷ അനുഭവിച്ച് ആസ്വദിച്ച് എന്നെ എൻ്റെ ഈശോ രക്ഷിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് സ്തുതിയുടെ മേലങ്കികൾ നമ്മൾ
നമ്മൾ സ്തോത്രഗീതങ്ങൾ ആലപിക്കേണ്ട ഒരു മനസ്സായിട്ട് നമ്മുടെ മനസ്സുകൾ രൂപാന്തരപ്പെടട്ടെ. നമ്മുടെ അധരങ്ങൾ സ്തുതിയുടെ മേലങ്കികളായിട്ട് രൂപാന്തരപ്പെടട്ടെ. നമ്മുടെ ഹൃദയത്തെ സ്പർശിക്കട്ടെ. എൻ്റെ പ്രിയമുള്ളവരെ, നമ്മുടെ മനസ്സുകളിൽ ഈശോയുടെ സൗഖ്യം നിറഞ്ഞു നിൽക്കട്ടെ. കർത്താവിൻ്റെ സമാധാനം, ഈ വെള്ളമൊക്കെ നിറഞ്ഞ് മഴയൊക്കെ പെയ്ത് ചിലപ്പോഴൊക്കെ നന്നായിട്ട് മഴ പെയ്ത വെള്ളം താന്നു പോകാതിരിക്കില്ലേ, കെട്ടിക്കിടക്കുക. അതുപോലെ തമ്പുരാൻ്റെ സമാധാനം നമ്മുടെ ഹൃദയത്തിൽ കെട്ടിക്കിടക്കണം. കർത്താവിൻ്റെ സമാധാനം, ഈ വിശ്വാസമാണ് കർത്താവിൻ്റെ സമാധാനം. ജീസസ് ഈസ് മൈ സേവിയർ, എൻ്റെ കർത്താവിൻ്റെ രക്ഷകനാണ്, കർത്താവിൻ്റെ കൂടെയുണ്ട്. ആ ഒരു വിശ്വാസ അനുഭവം നമ്മുടെ മനസ്സിൻ്റെ മേഖലകളിലേക്ക് ഇന്ന് കർത്താവ് നമുക്ക് സൗഖ്യം നൽകട്ടെ. ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ, ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒത്തിരിയേറെ പേർക്ക് കർത്താവിൻ്റെ സൗഖ്യം കർത്താവ് നൽകുകയാണ്. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നവർക്ക് അവരുടെ മനസ്സുകൾക്ക് ആശ്വാസം കർത്താവ് നൽകുകയാണ്, സൗഖ്യം കർത്താവ് നൽകുകയാണ്. വചനം പറയുമ്പോഴാണ് അത്ഭുതം ഉണ്ടാകുന്നത്. അതുകൊണ്ട് ഈ സമയം തന്നെ കർത്താവിൻ്റെ വിടുതലെ, കർത്താവിൻ്റെ മനസ്സിൻ്റെ ആ സമാധാനം, ആശ്വാസം ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മുടെയൊക്കെ മനസ്സുകളിലെ, കുടുംബങ്ങളിലെ വന്ന് നിറയാനായിട്ട് ഇടവരട്ടെ. ഇത് ഈശോയുടെ രക്ഷയുടെ ഒരു തലമാണ്, നമ്മളത് തിരിച്ചറിയണം. ഈശോയുടെ രക്ഷയുടെ അടുത്തൊരു തലം കൂടി ഞാൻ നിങ്ങളോട് പറയാണ്. അത് ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ, പിശാചിൻ്റെയും അവൻ്റെ സൈന്യങ്ങളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ഈശോ നമ്മെ പഠിപ്പിച്ച സ്വർഗസ്ഥനായ പിതാവ് എന്നുള്ള പ്രാർത്ഥന. ഇവിടെ ഒരു കാര്യം, ചിലർക്കൊക്കെ സംശയമാണ്, പിശാചുണ്ടോ, അത് ശരിയാണോ, അതൊരു മിത്ത് മാത്രമല്ലേ എന്നുള്ളൊരു ചിന്ത. ഇതിനെക്കുറിച്ച് വളരെ ഗൗരവമായിട്ട് ഫ്രാൻസിസ് മാർപ്പാപ്പ നമ്മെ പഠിപ്പിക്കുന്നതിലേക്ക് നമ്മുടെ മനസ്സുകൾ വളരേണ്ടതുണ്ട് എന്നെനിക്ക് തോന്നുകയാണ്. ഫ്രാൻസിസ് മാർപ്പാപ്പ ഗൗദാത്തി എറ്റ് എക്സുൾട്ടാത്തെ, റിജോയ്സ് ആൻഡ് ബി ഗ്ലാഡ് എന്നുള്ള അപ്പസ്തോലിക പ്രബോധനത്തിലെ വളരെ കൃത്യമായിട്ട് പറയുന്നു, ഇറ്റ് ഈസ് നോട്ട് എ മിത്ത്, പിശാച് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് നോട്ട് എ ഫിഗർ ഓഫ് സ്പീച്ച്, ഇറ്റ് ഈസ് നോട്ട് എൻ ഐഡിയ, നോട്ട് എ റെപ്രസെൻറ്റേഷൻ, നോട്ട് എ സിമ്പിൾ, ഇറ്റ്സ് എ റിയാലിറ്റി. ഫ്രാൻസിസ് മാർപ്പാപ്പ പറയുന്നത് ഈവിൾ വൺ, പിശാചുണ്ട്. വളരെ കൃത്യമായിട്ട് നമ്മളത് മനസ്സിലാക്കുന്നു. അപ്പോൾ ചിലർക്ക് അത് വരുമ്പോൾ പേടിയാണ്, ഭയങ്കര പേടിയാണ്. ഓ, പിശാച് ഇത്ര കാലം ഇല്ലാതെ വിചാരിച്ചിട്ടുണ്ടായിരുന്നേ, ഇനിയിപ്പോൾ എന്തായി, ഭയപ്പെട്ടു. പക്ഷെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, പിശാചിനെ ഈശോ കുരിശിൽ തോൽപ്പിച്ചു എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. എഫെസോസുകാർക്ക് എഴുതിയ ലേഖനത്തിൽ നാം വളരെ കൃത്യമായിട്ട് നമ്മളത് മനസ്സിലാക്കുന്നുണ്ട്. ഈശോ നമ്മളുടെ പോരാട്ടം ഈ പിശാചിനെതിരാണ് എന്നുള്ള ഈ പോരാട്ടം എഫെസോസുകാർക്ക് എഴുതിയ ലേഖനം 6-12 വാക്യത്തിൽ, അതിൽ നാം മാംസത്തിനും രക്തത്തിനും എതിരായിട്ടല്ല, പ്രത്യുത പ്രഭുത്വങ്ങൾക്കും ആധിപത്യങ്ങൾക്കും ഈ അന്ധകാര ലോകത്തിൻ്റെ അധിപന്മാർക്കും സ്വർഗീയ ഇടങ്ങളിൽ വസിക്കുന്ന തിന്മയുടെ ദുരാത്മാക്കൾക്കും എതിരായിട്ടാണ് നമ്മൾ പടവെട്ടുന്നത്. അതുകൊണ്ട് ദാറ്റ്സ് എ റിയാലിറ്റി. പക്ഷേ അതോട് ചേർന്ന് നമ്മൾ വായിക്കേണ്ട ഒരു കാര്യം, തോൽപ്പിക്കപ്പെട്ട പിശാചാണ്. കൊളോസ്യർക്ക് എഴുതിയ ലേഖനം പൗലോസ് പറയുന്ന 2-15 വാക്യത്തിൽ, ഈസ് എ ഡിഫീറ്റഡ് വൺ, പിശാചിനെ കർത്താവ് കുരിശിൽ തോൽപ്പിച്ചിരിക്കുന്നു. ഈസ് എ ഡിഫീറ്റഡ് വൺ. തോറ്റവനെ നമ്മളെന്തിനെ പേടിക്കണേ? പലർക്കും ഇന്ന് പിശാചിനെ ദൈവത്തെക്കാളും കൂടുതൽ പേടിയാന്ന് തോന്നുന്നു. ഈസ് എ ഡിഫീറ്റഡ് വൺ, അവരെ തോൽപ്പിച്ചു. ഒരു ക്രിസ്ത്യാനി, ഈശോ നിൻ്റെ കൂടെയുണ്ടെങ്കിൽ, വിശുദ്ധ കുർബാന നീ സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ, കർത്താവ് നിൻ്റെ കൂടെയുണ്ടെങ്കിൽ നീ എന്തിനെ പേടിക്കണം? ദ ഡെവിൾ ഈസ് സംവൺ ഹു ഹാസ് ബീൻ ഡിഫീറ്റഡ്, തോൽപ്പിക്കപ്പെട്ടവനാണ്. ഈ ഒരു ചിന്ത നമ്മുടെ മനസ്സിലുണ്ടാകണം. ആധിപത്യങ്ങളെയും അധികാരങ്ങളെയും അവൻ നിരായുധമാക്കി, അവൻ കുരിശിൽ അവയുടെ മേൽ വിജയം ആഘോഷിച്ചുകൊണ്ട് അവരെ പരസ്യമായി അവഹേളന പാത്രങ്ങളാക്കി. ഈസ് ബീൻ ഡിഫീറ്റഡ്. തോറ്റ പിശാചാണ്. ചിലരൊക്കെ തോറ്റ പിശാചിനെ ജയിപ്പിച്ച് വെറുതെ പേടിച്ച് കിടക്കുന്നുണ്ട്. പക്ഷേ രണ്ട് ചിന്തകൾ, ഒന്ന് അതൊരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് ഫ്രാൻസിസ് മാർപ്പാപ്പ പറയുന്നു, ആവർത്തിച്ച് പറഞ്ഞു, ജാഗ്രത വേണം. ഇറ്റ്സ് നോട്ട് എ മിത്ത്, ഒരു ഐഡിയ മാത്രമല്ല, നമ്മളെ പറ്റിക്കും. ഇപ്പോൾ നേരിട്ട് പാപം ചെയ്യാനല്ല, ഇങ്ങനെ ഭംഗിയായിട്ട് വന്ന് നമ്മളെ പറ്റിക്കും. ഫ്രാൻസിസ് മാർപ്പാപ്പ പറയുന്നതാണ്. സോ യു ഷുഡ് ബി വെരി കെയർഫുൾ. ഡിസേൺ ചെയ്യാനായിട്ട് സാധിക്കണം. ഏതാണ് പരിശുദ്ധാത്മാവ് പറയുന്നത്, ഏതാണ് ദുഷ്ടാരൂപി പറയണേ? ഈശോയുടെ അരികിലിരുന്ന് ഡിസേൺ ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കണം. ഡിസേൺമെൻറ്റ് നമുക്കുണ്ടാകണം. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കണം, വളരെ ശ്രദ്ധിച്ചുകൊണ്ട് ജാഗ്രത. അതുകൊണ്ടാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ ആവർത്തിച്ചുകൊണ്ട് ജാഗ്രത നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണമെന്ന് പറയുന്നത്. അതൊരു ചിന്ത നമ്മുടെ മനസ്സിലുണ്ടാകട്ടെ. അതോടൊപ്പം നമ്മുടെ മനസ്സിലൊരു ചിന്തയുണ്ടാകേണ്ടത്, ഈസ് എ ഡിഫീറ്റഡ് വൺ, തോൽപ്പിക്കപ്പെട്ടവനാണ് പിശാചി. തോറ്റവരെ നമ്മൾ പേടിക്കണ്ട.
തോറ്റാലും അവൻ നശിപ്പിക്കപ്പെട്ടിട്ടില്ല. നമുക്കറിയാം അവസാന വിധി വരുമ്പോഴാണ് അവൻ നശിപ്പിക്കപ്പെടുക. റവലേഷൻസ്, വെളിപാടിൻ്റെ പുസ്തകം 20-ാം അധ്യായം 7 മുതൽ 9 വരെയുള്ള വാക്യങ്ങളിൽ അവസാനം പിശാചിനെ നരകത്തിലേക്ക് എറിയുന്നത്, നശിപ്പിക്കുന്നത് നമ്മൾ വായിക്കുന്നുണ്ട്. അവരെ വഴിതെറ്റിക്കുന്ന പിശാചാകട്ടെ മൃഗവും വ്യാജപ്രവാചകരും വസിച്ചിരുന്ന ഗന്ധകം നിറഞ്ഞ തടാകത്തിലേക്ക് എറിയപ്പെടും. അപ്പോഴാണ് പിശാച് നശിപ്പിക്കപ്പെടുക എന്ന് നമ്മൾ അറിയുന്നു. ചിന്തകൾ നമ്മുടെ മനസ്സിലുണ്ടാകണം. അതിൽ നമ്മളെ രക്ഷിച്ചു, കർത്താവ് നമ്മളെ രക്ഷിച്ചു. കർത്താവ് ഈ ദുഷ്ടാരൂപിയുടെ സ്വാധീനങ്ങളിൽ നമ്മളെ രക്ഷിച്ചു. അതുകൊണ്ട് ഈ ദിവസം നമ്മുടെ മനസ്സുകളിലേക്ക് പൗലോസ്ലീഹ പറയുന്ന തിരുവചനം നമ്മുടെ മനസ്സുകളിലേക്ക് വീണ്ടും കൊണ്ടുവരണം. എഫെസോസുകാർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം 10-ാം വാക്യം, ദൈവത്തിൻ്റെ എല്ലാ ആയുധങ്ങളും നമ്മൾ ധരിക്കണം. ദൈവത്തിൻ്റെ എല്ലാ ആയുധങ്ങളും, സാത്താൻ്റെ കുടിലതന്ത്രങ്ങൾ എതിർക്കാൻ ദൈവത്തിൻ്റെ ആയുധങ്ങൾ നമ്മൾ ധരിക്കണം. ദൈവത്തിൻ്റെ ആയുധങ്ങൾ എന്തൊക്കെയാണ്? സത്യം കൊണ്ട് അരമുറുക്കി, നുണ പറയരുത്. ഈശോ വെറുക്കുന്നൊരു കാര്യം കാപട്യം. ഉള്ളതുള്ള പോലെ പറയുക, നുണ പറയരുത്. സത്യം കൊണ്ട് അരമുറുക്കി, സത്യസന്ധമായ ജീവിതം, ആത്മാർത്ഥത നിറഞ്ഞ ജീവിതം, നീതിയുടെ കവചം ധരിച്ച്. നീതി എന്ന് പറഞ്ഞാൽ ഈശോ പറയുന്നുണ്ട്, നിങ്ങളുടെ നീതി ഫരീസിയരുടെ നിയമജ്ഞരുടെ നീതി അതിലംഘിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ സ്വർഗ്ഗരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല. വേണ്ടത് വേണ്ടപ്പെട്ടവർ കൊടുക്കുന്നത് മാത്രമല്ല, വേണ്ടതും കൂടി അവൻ്റെ ആവശ്യങ്ങൾ തിരിച്ചറിഞ്ഞ് അവനിലേക്ക് ഇറങ്ങുമ്പോഴാണ് ഒരു ക്രൈസ്തവ നീതിയിലേക്ക് നമുക്ക് പ്രവേശിക്കാനായിട്ട് സാധിക്കുക. അതുപോലെ തന്നെ സമാധാനത്തിൻ്റെ സുവിശേഷത്തിനുള്ള ഒരുക്കമാകുന്ന പാദരക്ഷകൾ ധരിക്കുക. ഒരുക്കത്തിൻ്റെ, സമാധാനത്തിൻ്റെ സുവിശേഷം, മനസ്സുകൾ ശാന്തതയിലേക്ക്, കർത്താവിൻ്റെ രക്ഷയിലേക്ക് പ്രവേശിക്കുക. അത് രക്ഷയുടെ പടത്തൊപ്പി അണിയുക. ജീസസ് എസ് സേവ്ഡ് മീ. അതാണ് എൻ്റെ ശക്തി. ഈശോ എന്നെ രക്ഷിച്ചിരിക്കുന്നുള്ള അവബോധം എൻ്റെ മനസ്സിലേക്ക് ഉണ്ടാകട്ടെ. ദുഷ്ടൻ്റെ ജ്വലിക്കുന്ന കൂരമ്പുകളെ കെടുത്തുന്ന നിങ്ങളെ ശക്തരാക്കുന്ന വിശ്വാസത്തിൻ്റെ പരിച ധരിക്കുവിൻ. ആ വിശ്വാസത്തിൻ്റെ പരിച, ജീവിതത്തിൽ എന്ത് പ്രതിസന്ധികളുണ്ടായാലും എൻ്റെ ഈശോ എന്നെ രക്ഷിച്ചിരിക്കുന്നു. അതാണ് ആ വിശ്വാസത്തിൻ്റെ പരിച. ദൈവവചനമാകുന്ന ആത്മാവിൻ്റെ വാളെടുക്കുക. സ്നേഹമുള്ളവരെ, ഈ വചനം വായിച്ചാൽ ഇതൊരു വാളാണ്, ഇരുതല വാൾ. ഈ നമ്മളുടെ മജ്ജയിൽ തുളച്ചു കയറുന്ന, നമ്മുടെ ചിന്തകളെ വിവേചിച്ചറിയുന്ന ദൈവത്തിൻ്റെ വാളാണ്. ഈ വാൾ ധരിച്ചാലാണ് ശത്രുവിനെ പരാജയപ്പെടാൻ സാധിക്കുക. ക്രിസ്ത്യാനിയുടെ ശത്രു വേറെ ആരുമില്ല, പിശാചു മാത്രമാണ്. വിശുദ്ധ കുർബാനയിൽ, സിറോ മലബാർ കുർബാനയിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നില്ലേ, ശത്രുക്കളെ പരാജിതരാക്കി. ഈശോ തോൽപ്പിച്ചു കഴിഞ്ഞു. നമ്മുടെ ശത്രു എന്ന് പറയുന്ന പിശാചാണ്. ഈശോ തോൽപ്പിച്ചു കഴിഞ്ഞു, ഈശോ രക്ഷിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് ഇന്നത്തെ ഈ ദിവസവിമോചനം കേൾക്കുമ്പോൾ 2 തലങ്ങൾ, രക്ഷയുടെ 2 തലങ്ങൾ. ഒന്ന് മാനസികമായ തലം, ഈശോ നമുക്ക് സൗഖ്യം നൽകുന്നു, നമ്മുടെ മനസ്സിന് സൗഖ്യം നൽകുന്നു. 2 ഡെലിവറൻസ്, പൈശാചികമായ ബന്ധനങ്ങൾ, തടക്കദോഷങ്ങൾ, ബന്ധനങ്ങൾ ഒക്കെ ഉണ്ടെങ്കിലേ അവിടെയൊക്കെ ഈശോയുടെ സൗഖ്യം ഉണ്ടാകുന്നു. പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിക്കുക, ദൈവവചനം നമ്മൾ വായിക്കുക. ഈശോയുടെ സൗഖ്യം, ഈശോയുടെ രക്ഷ, ഈശോയുടെ വിടുതൽ അവിടെ വന്നിരിക്കും, ഒരു സംശയവുമില്ല. തോറ്റ പിശാചാണ്, പക്ഷെ ഉണ്ട്, നശിപ്പിക്കപ്പെട്ടിട്ടില്ല. ജാഗ്രത വേണം. തോറ്റവരാണ്, ഭയപ്പെടേണ്ട. കർത്താവ് നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ ഭയപ്പെടേണ്ട. ഈശോയുടെ രക്ഷയിൽ നിറഞ്ഞ സന്തോഷത്തിലെ ഈ പ്രപഞ്ചത്തിന് അതിനാഥനായ കർത്താവിലുള്ള രക്ഷയിൽ വിശ്വസിച്ചുകൊണ്ട് നമുക്ക് ഈ ദിവസം ഏറ്റവും മനോഹരമായിട്ട് മുന്നോട്ട് പോകാം. ഈശോ നമ്മെ അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആമേൻ.